ഫഇനിത്തബഅതനി ആയത്ത് ഖാലയിൽ എന്താ മദ് അസ്ലി ഉണ്ട്, സിമ്പിൾ ഒരു അലിഫ് കിട്ടുക. ഇനി ഫഇനിത്തബഅതനി പ്രത്യേകിച്ച് നിയമങ്ങളുള്ളതല്ല, പക്ഷേ ബോധം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? ഫഇനിത്തബഅതനി ഫഇനിത്തബഅതനി ഒന്ന് പറഞ്ഞു നോക്കി നോക്കിയോളി. ഫഇനിത്തബഅതനി എന്താ പറ്റി? അല്ല, എന്താ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ തെറ്റാണ്. ഫഇനിത്വയല്ല, സാധാ തായാണ്. ഫഇനിത്വയല്ല, ഫഇനിത്തബഅതനി. താ പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ചുണ്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും വളഞ്ഞിരിക്കരുത്. ഫഇനിത്തബഅതനി. അതുപോലെ തന്നെ ഇതിൻ്റെ ഐൻ സുക്കൂനും പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് എവിടെ നേരത്തെ ഐൻ സുക്കൂൻ വന്ന അസ്ലീൽ വന്ന പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ഫഇനിത്തബഅതനി. പിന്നെ നൂനിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫ് നീട്ടുക. ഇനി ഫലാ തസ് അതിന് ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹുറൂഫുൽ മദ് എത്രണ്ണ? ഹുറൂഫുൽ മദ് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ 3 ഏതൊക്കെയൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കിയേ. ഹുറൂഫുൽ മദ്ദുകൾ അങ്ങനെ കിട്ടാനാണ് ഞാൻ ചോദിക്കുന്നത്. ഫതഹിന് ശേഷമുള്ള അലിഫ്, കസ്റിന് ശേഷമുള്ള സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷമുള്ള സുക്കൂനുള്ള വാവ്. ഇതിങ്ങനെ തന്നെ കിട്ടണം കേട്ടോ. അല്ലാതെ അലിഫ് വാവ് യാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെയും ചോദിക്കും എന്ത്, എല്ലാ വാവും യാവും എന്തല്ല മദ്ദല്ല. ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. ഫതഹിന് ശേഷം വരുന്ന അലിഫ്, കസ്റിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. അപ്പോൾ ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് മദ് അസ്ലി മദ് ഫറയൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ക്ലിയർ ആയിരിക്കുക. ഓക്കെ, ഈ ചോദ്യം ഇടക്കിടക്ക് വരും കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ എവിടെയായിരുന്നു? ഫലാ തസ്അൽനി. ഇനി ഫലാ തസ്അൽനിയിലും എന്തുണ്ട്? മദ് അസ്ലിയിൽ 2 ഉണ്ട്, ലാമിലും ഉണ്ട്, നൂനിലും ഉണ്ട്. ഓക്കെ, ഫലാ തസ്അൽനി. ഇനി അൻ എന്ന് പറയുന്നിടത്ത് സാക്കിനായ നൂന് വരുന്നുണ്ട്. അതിന് ശേഷമുള്ള അക്ഷരം ഏതാ? അതിന് ശേഷം ഷീൻ. അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഷീൻ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ് ഇതേ നിയമം, ഇഖ്ഫ അല്ലേ? സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഇതാണ് ഇഖ്ഫാൻ, ഇതാണ് 15 അക്ഷരപ്പെട്ടതാണ് ഷീൻ. അത് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫ വന്നാൽ മറച്ച് മണിക്കണം. അപ്പം എങ്ങനെയാണ് മറച്ച് മണിക്കേണ്ടത്? അൻഷാണ്, അല്ലാതെ എങ്ങനെ പറയരുത്? അൻഷയ് എന്ന് പറയരുത്. നൂനെ വ്യക്തമാക്കരുത്, നൂനെ മറച്ച് അൻഷൈഇൻ. 15 അക്ഷരം ഇനി ചോദിക്കേണ്ടല്ലോ, ഇന്ന് അടുത്ത ആഴ്ച ചോദിക്കാം. ഇനി ഷൈഇൻ. ഷൈഇൻ എന്ന് പറയുന്നിടത്ത് ഹംസക്ക് എന്ത് വന്നിട്ടുണ്ട്? തൻവീൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ഹ. ഏതാ നിയമം? ഇൽഹാർ. ഷഫബി ഉണ്ടോ? ഇല്ല. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? തൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഇൽഹാർ വന്നാൽ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ, ഇൽഹാറിൻ്റെ അക്ഷരങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഹംസ, ഹ, ഒന്നുകൂടെ. ഹംസ, ഹ, ഐൻ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഓക്കെ, ഈ അക്ഷരങ്ങൾക്ക് വേറൊരു പേരുണ്ട്, എന്താ? ഹുറൂഫുൽ ഹൽക്ക്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ഓതണം? ഷെയ് ഇൻ ഹ. എങ്ങനെ ഓതണം? ഷെയ് ഇൻ ഹ. ഇനി ഹത്ത എന്നതിൽ തായിലെ മദ് ഏത് മദ്ദാ? മദ് ഫറഇ അല്ലേ? മദ് ഫറയിൽ തന്നെ ഏത് മദ്ദാ? മദ് മുൻഫസിലാണ്. രണ്ടും വേറെ വേറെ പദങ്ങളിലാണ് വരുന്നത്. അപ്പം നല്ലോണം നീട്ടുക. അങ്ങനെ ഹത്താ ഉ. എന്തുകൊണ്ട് മദ് ഫറഇ ആയി? ചോദ്യം ശ്രദ്ധിക്കുക. ഞാൻ എന്തുകൊണ്ട് മദ് ഫറഇ ആയി എന്ന് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് മറുപടി, എന്തുകൊണ്ട് മുൻഫസിലായി എന്ന് ചോദിക്കുമ്പം അതിനനുസരിച്ച് മറുപടി. എന്താണ് മദ് ഫറഇ ആകാൻ കാരണം? എന്താ? മദ് അസ്ലിക്ക് ശേഷമല്ല, ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. കാരണം മദ് അസ്ലി എന്ന് പറഞ്ഞാൽ തന്നെ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ ഇല്ല, അതാണ് ഇല്ല എന്നുള്ളതാണ്. ഹംസ സുകൂൻ ശബ്ദം ഇല്ലാത്തതിനാണ്. അപ്പോൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നു എന്നതാണ് എന്തിൻ്റെ കാരണം? മദ് ഫറഇ ആകാൻ കാരണം. മദ് മുൻഫസിലാകാൻ കാരണം എന്താണ്? ആ വന്നിരിക്കുന്ന ഹംസ അടുത്ത പദത്തിലായതുകൊണ്ട്. ഓക്കെ, ഹത്താ ഉ. ഇനി ഉഹ്ദിസു. പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല എങ്കിലും അക്ഷരം ശ്രദ്ധിക്കുക. ഉഹ്ദിസു, ഉഹ്ദിസു. ഈ ഐന് ഉഹ്ദിസു അല്ല ഉഹ്ദിസ.
ഈ ഐനിനും ഹൈനൊക്കെ സുക്കൂൻ വരുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഉഹ്ദിസ. ഇനി ഉഹ്ദിസ ലക്ക പ്രത്യേകിച്ച് വലിയ നിയമമൊന്നുമില്ല. മിൻഹു അവിടെ നിയമമുണ്ട്. സാക്കിനായ നൂൻ്റെ ഏത് നിയമം അവിടെ ഉള്ളത്? മിൻഹുയിൽ ഇൽഹാർ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞാണ് ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ടാണ് ഹ. അതുകൊണ്ട് സാക്കിനായ നൂന് ശേഷം ഹ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? വെറുതെ വെളിവാക്കലല്ല, മണിക്കാതെ. വെളിവാക്കൽ വ്യക്തമാക്കൽ ഒറ്റ വാക്കാണ്. പക്ഷെ എന്ത് ചെയ്യണം? മണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർക്കണം. മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെയാ? മിൻഹു സിമ്പിളാണ്. മിൻഹു. ഇനിയിപ്പോൾ ഏത് ദിവസമായി നമുക്ക് സിമ്പിൾ അല്ലാത്തതെന്ന് നോക്കിയില്ലേ. ഇനി ദിക്റൻ എന്നിടത്ത് നമ്മൾ വഖഫ് ജമഅ നിർത്തണം. ദിക്റാ ലൈഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. പിന്നെ റായിനെ കനപ്പിക്കണം. സിമ്പിളാണ്. അതൊന്ന് ഓതി നോക്കാം. ഖാല ഫഇനിത്തബഅതനി. ശ്രദ്ധിക്കുക, ഫഇനിത്തബഅതനി. എന്താ ശ്രദ്ധിക്കേണ്ട? എന്താ അവിടെ? അതിൻ്റെ സുക്കൂൻ കലക്കലയാകാതെ നോക്കുക. ഓക്കെ. ഫഇനിത്തബഅതനി. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. ഞാൻ ജസ്റ്റ് ഒന്ന് ഓതാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളേ. അത് ഞാൻ രണ്ടാമത് ഓതാം. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. ഒന്നുകൂടി. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. നമ്മളിപ്പം കുറച്ച് ഇടങ്ങേറായിട്ട് ആയത്ത് ഫുൾ ഓതിയിട്ടുണ്ട്. നിങ്ങൾ ഓതിക്കുന്ന സമയത്ത് അഥവാ ശ്വാസം കിട്ടുന്നില്ല എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് ആ വഖഫിന് നിയമം അനുസരിച്ച് അവിടെ നിർത്തിയിട്ട് പിന്നെ എടുത്ത് ഓതിയാൽ മതി. ഒന്നുകിൽ ഹത്താ ഉഹ്ദിസിൽ നിർത്തിയിട്ട് ഹത്താ ഷെയ്യിൽ നിർത്തുമ്പോൾ വിഷയം എന്താ? ഷെയ്യിൽ നിർത്തുമ്പോൾ ഒരു പ്രത്യേക നിയമം കൂടെ ആടാവും. എന്താ എന്ന് മാത്രമല്ല, മദ് ലീം വരും. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും, ഷെയ് എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ എന്താ? അവിടെ ഒരു മദ് ലീൻ എന്ന സാധനം വരും. നമ്മൾ പറഞ്ഞിരുന്നു, ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ ഓ വന്നാൽ അതെന്താണ്? ഹുറൂഫുൽ ലീനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഷെയ് എന്ന് പറയുമ്പോൾ ഫതഹിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. ഇത് എപ്പോഴാണ് നമുക്ക് ഇത് ആവശ്യം വരുന്നത്? മദ്ദിൻ്റെ സമയത്ത് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഓതുമ്പോൾ എങ്ങനെ ഓതുക? ഷെയ് ഇൻ ഹത്താന്ന് ഓതും, പ്രത്യേകിച്ച് മദ്ദൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഹുറൂഫുൽ ലീന് ശേഷം സുക്കൂൻ വന്നാലും എന്താണ്? മദ്ദാണ്. ആ മദ്ദിൻ്റെ പേരാണ് മദ്ദുൽ ലീൻ. ഹുറൂഫുൽ ലീനിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്ത്? മദ്ദുൽ ലീൻ. ലീൻ കാരണമായിട്ടുണ്ടാകുന്ന മദ്. അപ്പോൾ ലീൻ എന്താണെന്ന് മനസ്സിലാക്കണം. ലീൻ സിമ്പിളാണ്. ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ ഓ വരിക. ഓക്കെ. അപ്പോൾ അതാണ് ഷെയ്യിൽ നിർത്തിയാലുള്ള പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഒന്നുകിൽ ഹത്താ ഉഹ്ദിസിൽ നിങ്ങൾക്ക് നിർത്താം, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ. നിങ്ങൾ ഇഷ്ടം പോലെ എവിടെ നിർത്തുന്നോ നിയമം അനുസരിച്ച് നിർത്തുക. എവിടെ നിർത്തിയാലും കുഴപ്പമില്ല. നീട്ടി നിർത്തുക. ഷെയ്. ഏതുപോലെ ലീലാഫി ഖുറൈഷ് നമ്മൾ ഓതൂലേ? ഖുറൈഷ് എന്നൊറ്റൊരു സ്ഥലംബളിക്ക് ഇടുകയല്ല ചെയ്യുക. ഖുറൈഷ് എവിടെ നിർത്തിയാൽ കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞില്ലേ, നിയമം പഠിപ്പിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നിർത്തിയാൽ മതി. അപ്പോൾ ഇനി എവിടുന്ന് ഓതി തുടങ്ങുക? ഡോക്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓതി തുടങ്ങുക. ഡോക്ടറെ നോക്കും. قال فإن اتبعتني قال فإن اتبعتني فلا تسألني. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. قال فإن اتبعتني أعينك. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. فكرة لا ذكرا. ذكرى. إذا تني بدنا نذكر عن شيء حتى
നേരത്തെ ഓതിയപ്പോൾ നിങ്ങൾ ഷെയ് ഇം എന്നായി പോയി തോന്നി. ഷെയ് ഇം അല്ല ഷെയ് ഇൻ. നിങ്ങൾ നോക്കിക്കോളൂ. عن شيء حتى أحدث لك منه ذكرا. ഓക്കെ. قال فإن اتبعتني فلا تسألني عن شيء. അങ്ങനെ നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്യിൽ നിർത്തുകയാണെങ്കിൽ ഷെയ് നീട്ടി നിർത്തണം. അവിടെ മദ്ദില്ലീൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്. ഷെയ് ഒറ്റയ്ക്ക് നിർത്താൻ പാടില്ല. ഷെയ്. قال فإن اتبعتني فلا تسألني عن شيء فلا تسألني എടുത്തോളൂ. فلا تسألني عن شيء حتى أحدث لك منه ذكرا. ഓക്കെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നിയമം നമുക്ക് മനസ്സിലായോ? ഇവിടെ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഹർഫുല്ലി. ഹർഫുല്ലി. ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ വരിക അല്ലെങ്കിൽ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ് വരിക, രണ്ടും ഒരേപോലെ തന്നെ. അതിനുശേഷം നമുക്ക് എന്ത് ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ ഹംസക്ക് സുക്കൂൻ വരുന്നുണ്ട്. അപ്പോൾ ഹറൂഫുല്ലിന് ശേഷം സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അവിടെ മദ്ദായി, മദ്ദിലീനായി. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഷെയ് നിർത്തരുത്, ഷെയ് എന്നിട്ട് നിർത്താം. നിങ്ങൾ ചോദിക്കും. قال فإن اتبعتني فلا تسألني عن شيء അല്ലാ അവിടെ ഏതാ നിയമം? ഷെയ് എന്നുള്ളടുത്ത് حتى أحدث لك منه ذكرا. എവിടെയൊക്കെ പ്രശ്നം വന്നത്? തസ്അൽനി അല്ല പിന്നെ ഇവിടെ നോക്കിക്കോളൂ. قال فإن اتبعتني فلا تسألني عن شيء. ഷെയ്ഇം. അതെ, تسألني الذي نتندلا. ഒറ്റ മദ്ദാസിലുള്ളൂ. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. മോൻ്റെ കാര്യം എന്തായി? ഹാഫായിട്ട് ഹാഫായില്ലേ? ഇനി എന്തിനാ? സനദിൻ്റെ പരിപാടി അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താ? ആരും ഒരു ദൗറുണ്ട് നല്ല പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷം. അപ്പോൾ ക്ലിയർ ആവും. قال فإن اتبعتني فلا تسألني عن شيء. ഇവിടെ എന്താ നിയമം? ഇവിടെ ഇൽഹാറോ? നിങ്ങൾ ഇൽഹാറാക്കി ഓതിയത് സംഭവം ഇഖ്ഫാ ആണ് അവിടെ. അപ്പോൾ നല്ലപോലെ മനസ്സിലായി. അവിടെ നിർത്തിയാൽ അവിടെ വഖഫില്ലാ സ്ഥലത്ത് നിർത്തിയപ്പോൾ നമുക്ക് എടുത്തോതണ്ടേ. അപ്പോൾ ഇവിടെ ഫലാത്ത സ്ഥലം എടുത്തോണം. قال فإن اتبعتني فلا تسألني عن شيء അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായി. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മദ്ദ് വരുള്ളൂ. ഷെയ് എന്നുള്ള പദത്തിൽ നിങ്ങളിപ്പോൾ നേരത്തെ ആദ്യം വഖഫ് ചെയ്ത് ഓതിയത്, അവിടെയാണ് ഷെയ് എന്ന് എന്ത് ചെയ്യണം നീട്ടേണ്ടത്. അതല്ലാതെ ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ മദ്ദ് വരത്തില്ല. ഷെയ് ഇൻ ഹത്ത. ഷെയ് ഇൻ ഹത്ത. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. മിൻഹൂൽ നീട്ടാനില്ല. മിൻഹു ദിക്റ. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. നോക്കിക്കോളൂ. ഒന്നുകൂടെ കാല ഒന്നുകൂടെ ആദ്യം. അവിടെ ഇത്തബഅതനീൽ കുറേ നീട്ടാനില്ല, ഒറ്റ ലിഫ് നീട്ടുള്ളൂ. ഹത്ത മുതൽ ഫുള്ള് പ്രശ്നമാണ്. ഹത്ത ഉഹദിസ അല്ല, ഹാ സുക്കൂൻ കൽക്കലയില്ല. രണ്ട് ഉഹദിസ അല്ല, ഉഹദിസ. ഉഹദിസ ഇല്ല, ഉഹ്ദിസ. അതുപോലെ ദിക്റയിലും നേരത്തെ ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയി. ദിക്റാന്ന് എന്ത് ചെയ്യരുത്, ഇതാണ് കൽക്കല ചെയ്യരുത്. ദിക്റ ദിക്റ. ഇപ്പൊ എവിടെ പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരിക്കുന്നത് ഈ വാക്കിലാണ്. ഉഹ്ദിസ. ഇപ്പൊ അങ്ങനെ കറക്റ്റായി. എന്താ ആദ്യം ഇങ്ങനെ ഓതിയിരുന്നത്? ഉഹദിസാന്ന് എന്ത് ചെയ്ത് കൽക്കല വന്നിരുന്നു. ഓക്കെ.
ഒതുക്കോ. قال فإن اتبعتني فلا تسألني عن شيء حتى അവിടെ നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? എടുത്തു തോന്നണം, കാരണം ഇവിടെ വഖഫില്ലല്ലോ. ഇവിടെ മുതൽ എടുത്തോണം. فلا تسألني عن شيء حتى أحدث لك منه ذكرى. മാഷാ അല്ലാഹ്, ഗുഡ്. ഷെയ്ഇൻ അവിടെ മണിക്കരുത്. ഷെയ്ഇൻ ഹത്ത ഇൽഹാറല്ലേ? സൗണ്ട് കേൾക്കണില്ല കേട്ടോ. ഒതുക്കോളി. സൗണ്ടിൽ പോകാനേ ഞാൻ ഇനി മുതൽ ഇവിടെ നിന്ന് അതിൻ്റെ അഭിപ്രായം ഇവിടെ തന്നെ നിൽക്കാല്ലേ. നിങ്ങൾ അവിടുന്ന് ഉറക്കം ഓതുക. മറ്റേന്തറിയോ, ഉറക്കം ഓതുമ്പോഴാണ് അത് ഇത് പൊട്ടുകയുള്ളൂ. ഇത് ഞാനാ പ്രശ്നമല്ലേ? വേറെ അഭിപ്രായം പറയാം. നിങ്ങൾ ഓതുമ്പോൾ അയിന് ഫതഹ് പോലെ കേൾക്കുന്നത്. ബഅതനി അല്ല, ബഅതനി, ബഅതനിയാണ്. قال فإن اتبعتني فلا تسألني عن شيء ഹൊത്ത ഇല്ല, ഹൊത്ത ഇല്ല, പരത്തി. عن شيء حتى أحدث لك منه الذكرى. അല്ലാ, മിൻഹു ദിക്ര ഇല്ല, منه ذكرى. എന്താ വ്യത്യാസം? ദാലിന് ഷദ്ദില്ല. ഓക്കെ, ഞാൻ വേറെ പ്ലാൻ പറയാൻ എന്താ അറിയോ? ഇപ്പം ഞാൻ മാത്രം അവിടെ നിന്ന് ഞാൻ മാത്രമല്ലേ ക്യാമറ കാണുള്ളൂ. ഓരോരുത്തരെയും വന്നിട്ട് ഇവിടുന്ന് ഓതുക, അങ്ങോട്ട് ഇരുന്നിട്ട് ക്യാമറ കണ്ടോട്ടല്ലേ. എന്താ വ്യത്യാസം? ആദ്യം ഫലാ തസ്അൽനി അയിൻ വരുന്ന പോലെ തോന്നി. ഹംസയാണ്, തസ്അൽനിയാണ്. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث നിർത്താൻ ഇങ്ങനെ നിർത്തണം. حتى أحدث لك منه ذكرى. ദിക്റ ഇല്ല, ദിക്റ, ദിക്റ. منه ذكرى. മാഷാ അല്ലാഹ്. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرى. മിൻഹു ذكرى സിക്റയോ? ذكرى ഏതാക്ഷരം? كافن അല്ല, ദാല്, ദാല് കേൾക്കുന്നത്. ذكرى നേരത്തെ സാവൂല കേട്ടത്, സിക്റ എന്നാ കേട്ടത്. ذكرى. ദിക്റ. ഓക്കെ. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرى. ഒറ്റ പ്രശ്നമുള്ളൂ, ഈ അക്ഷരം ഉഹ്ദിസ അല്ല. പല്ല് കൂട്ടിമുട്ടരുത്. നോക്കിക്കോളൂ, എൻ്റെ ഉഹ്ദിസ, നാവിന് തുമ്പ് കുറച്ച് പുറത്തേക്ക് വേണം. ഉഹ്ദിസ, കറക്റ്റ്. ഇതാണ് സീൻ. ഏതാ സീൻ? ഇതാണ് സീൻ. ഇത് സാ പറയണം. ഒറ്റ പ്രശ്നമാണ്. മാഷാ അല്ലാഹ്. ഉസ്താദ് ക്ലിയർ ആട്ടോ. പിടിച്ചാൽ قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرى. മാഷാ അല്ലാഹ്. നിങ്ങൾ ഓതിയില്ലേ? قال فإن اتبعتني قال فإن اتبعتني فإن الطاني പോരുത്. قال فإن اتبعتني فلا تسألني عن فلا تسألني عن നമ്മൾ നോക്കി ഓതിക്കോളൂ. قال فإن اتبعتني فإن الطانല്ല, قال فإن اتبعتني فلا تسألني عن ഇവിടെയാണ് വിഷയം. فلا تسألني ഒരു അലിഫ് നീട്ടാണ്ട് തരാം. فلا تسألني عن. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرى. ദിക്റ ഇല്ല, ദിക്റ, ദിക്റ. ഇപ്പം 3 സ്ഥലത്ത്. ഒന്ന് ആദ്യം വന്ന ശേഷം ഏതാണ്? തായിൽ. താ പല സ്ഥലത്തും നിങ്ങൾ ഉണ്ട്.
തായിൽ പ്രശ്നമുണ്ട്. തോന്നായി പോലും കറക്റ്റ്. പിന്നെ ഫലാ തസ്അൽനി تسألني عن شيء حتى أحدث لك منه ذكرى. ഉഹദിസ അല്ല. ഈ ഹായിൻ്റെ സുക്കൂനും അതുപോലെ തന്നെ കാഫിൻ്റെ സുക്കൂനും കലക്കല ചെയ്യരുത്. നിങ്ങളിത് കോമൺ തെറ്റുകളാണ്. ഏത് ഒന്ന് ഈ കൽക്കലയുടെ പ്രശ്നം, പിന്നെ ഈ തായിനെ പോലെ ഉച്ചരിക്കുന്നത് ദിക്റയിലും പിന്നെ ഇവിടെ നീട്ടണം. ഇൻഷാ അല്ലാഹ്. ഇത്വായില്ല ഫഇനിത്ത قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. ഇത് മാത്രം, ഈ രണ്ട് വാക്ക് മാത്രം. عن شيء ഇല്ല, നിങ്ങൾ ഇഖ്ഫാ ചെയ്യുന്നില്ല, നിങ്ങൾ വ്യക്തമാണ്. അൻഷയ് അല്ല, അൻഷാണ്. നൂനെ വ്യക്തമാക്കരുത്. വ്യത്യാസം മനസ്സിലായോ? അൻഷയ് എന്ന് പറയരുത്, അൻഷ. നൂനിൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് കേൾക്കാൻ പാടില്ല. നമ്മൾ നൂൻ പറയുന്നത് എങ്ങനെ? ഞാൻ നോട്ടല്ലേ, അൻ എന്ന് കേൾക്കരുത്. അൻഷ ഓക്കെ. ഇഖ്ഫാ വരുമ്പോൾ അങ്ങനെയാണ്. എന്തായി? ഇനി അടുത്ത ഒരാഴ്ച കൊണ്ട് എടുക്കാൻ സമയമുണ്ടോ? അടുത്തത് ഫലഖ. ഇവിടെ നോക്കിയേ, ഫായിന് ശേഷം അലിഫ് ഉണ്ടെങ്കിൽ അത് നീട്ടൂല, നീട്ടാൻ പാടില്ല എന്നുള്ള ഇതുണ്ട്, അവിടെ അടയാളം കൊടുത്തിട്ടുണ്ട്. ഫാൻ തൊലക്ക ഇല്ല, ഫൻ തൊലക്കയാണ്. അപ്പോൾ അവിടെ സാക്കിനായ നൂന് വന്നിട്ടുണ്ട്. സാക്കിനായ നൂന് ശേഷം ഏതക്ഷരം വന്നിരിക്കുന്നത്? ത്വ. ഏതായിരിക്കും നിയമം? ഇഖ്ഫാ അല്ലേ? 15 അക്ഷരങ്ങളുള്ള ഇഖ്ഫാ ആണ് നിയമം. ഇഖ്ഫാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിക്കണം. അപ്പോൾ വ്യക്തമാക്കരുത്, മറച്ചു മണിക്കണം. അങ്ങനെ ഫൻ ത്വ. എങ്ങനെ ഓതരുത്? ഫൻ ത്വ എന്ന് ഓതരുത്, ഫൻ ത്വ. ഇനി ത്വലഖ, ഖാഫിൽ മദ് അസ്ലി ഒരു അലിഫ് നീട്ടുക. പിന്നെ ഹത്തായി. ഹത്തായി എന്നിടത്ത് ഏത് മദ്ദാ ഉള്ളത്? മദ് ഫറായി. മദ് ഫറായിൽ തന്നെ ഏത് വിഭാഗം? മദ് മുൻഫസിൽ. ഞാൻ പറയേണ്ടല്ലോ, ഇപ്പോൾ ഒന്നെണ്ണം വന്നതല്ലേ. ഇനി ഇതാ എന്നുള്ളിടത്ത് മദ് അസ്ലി പറയേണ്ട. റക്കിബ, റായിന് ഫതഹ കനപ്പിക്കണം. റക്കിബ മദ് അസ്ലി. ഇനി ഫിസ് സഫീനത്തി. മദ് അസ്ലി എവിടെ? ഫീലോ? ഏത്? ഫിസ് സഫീനത്തിലെ ഫീ ആണ്? സഫീനത്തിലെ ഫീ ആണോ അതോ ആയത്തെ ഫീലില്ല? ഫിസ് സഫീ പ്ലേറ്റ് മാറ്റിയതാണ്. നോക്കിയ ഫിസ് സഫീനത്തിലെ ഫീല് മദ്ദുണ്ടോ? മദ് അസ്ലി ഉണ്ടോ? അവിടെ മദ് അസ്ലി ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു പദത്തിൻ്റെ ലാസ്റ്റ് ഹറൂഫുൽ മദ് വരികയും തൊട്ടടുത്ത പദത്തിൻ്റെ ആലംബത്തിൽ സുക്കൂനോ ഷദ്ദോ വന്നാൽ ആ മദ്ദിന് പിന്നെ എന്ത് ചെയ്യില്ല, നീട്ടൂലാന്ന്. ഇനി ഒരാൾ ചേർത്ത് ഓതാതെ ഫീല് വഖഫ് ചെയ്യുകയാണെങ്കിലോ അപ്പം മദ്ദുണ്ടാവും. ഫീ എന്ന് നിർത്തണം. ചേർത്ത് ഓതുമ്പോൾ ഫിസ് സഫീനത്തിൽ നിന്നാവും. ഓക്കെ. ഇനി സഫീനത്തിലൊരു ഫീ ഇല്ലേ, അവിടെ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഓക്കെ. ഇനി ഖറഖഹ. ഇങ്ങനത്തെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ ഹർക്കത്തുകൾ അടുപ്പിച്ച് വരുമ്പം നമ്മൾ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഖർഖഹ എന്നൊക്കെ ആയി പോകും. ഖറഖഹ. ഓരോ അക്ഷരങ്ങളുടെ ഹർക്കത്ത് ശ്രദ്ധിക്കണം. ഖറഖഹ. സ്പീഡ് കൂടിയാൽ എന്ത് ചെയ്യും? ആ ഫതഹ മാറി ചിലപ്പോൾ സുക്കൂനായി പോകും. ഖർഖഹ എന്നൊക്കെ ആയി പോകും. ഖറഖഹ. ഇനി അവിടെ റായിന് ഫതഹ വന്നുകൊണ്ട് കനപ്പിക്കണം. സിമ്പിൾ നിയമമായിട്ടാണ് പറയാതെ പോകുന്നത്. ഇനി ഖാല മദ് അസ്ലി ഉണ്ട്. അവിടെ എന്തൊക്കെ രഹസ്യം പറയണ്ടല്ലോ. അതന്നെ. ഇനി അടുത്തത് ഖാല മദ് അസ്ലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് മുമ്പ് കാര്യം ചോദിക്കട്ടെ, അവിടെ സ്വാദ് ലാം എന്ന് പറഞ്ഞൊരു അടയാളം കൊടുക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒന്ന് കേൾക്കട്ടെ. നിർത്താതിരിക്കലാണ് ഉത്തരം. രണ്ടിന് അനുവാദം ഉണ്ടെങ്കിലും നിർത്താതിരിക്കൽ ചേർത്തോതലാണ് ഉത്തമം. ഓക്കെ. അതൊക്കെ വെള്ളം പോലെ ഇല്ലേ? മാഷാ അല്ലാ. എവിടെ? അല്ല, മദ് തൊട്ടടുത്ത ഇതാണ്. തൊട്ടടുത്ത പദത്തിലുള്ള ഹംസയും കൂടെ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ? മദ് ഫറഈ വരുള്ളൂ. അല്ലാത്തടത്തോളം മദ് അസ്ലി ആണല്ലോ. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയും കൂടെ നമ്മൾ ചേർത്ത് ഓതുന്ന സമയത്ത് എന്തുള്ളൂ? മദ് വരുള്ളൂ. അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യത്തില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. തൊട്ടുമുമ്പ് വന്നല്ലോ,
ഇതാണ് ഖാല ഫൈൻ ഇത്തബഅതനി ഫലാ തസ്അൽനി എന്നുള്ള ആയത്തിൽ ഹത്ത എന്നുള്ളൊരു വാക്കാണ്. അവിടെ ഒരാൾ നിർത്തുകയാണെങ്കിൽ ഹത്ത എന്ന് കുറേ നീട്ടി നിർത്തരുത്. എന്തേ നിർത്താവൂ? ഹത്ത ഒരു ലിഫി നീട്ടാവൂ. പിന്നെ ചേർത്ത് നോക്കുമ്പോൾ ഹത്ത ഉ. കാരണം എന്താ? നമ്മൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ എന്നുള്ളതാണ് കാരണം. ആ കാരണം കൊണ്ട് ചേർന്ന് വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? മദ് വരികയുള്ളൂ. ഇനി അപ്പോൾ ഖാല. ഇനി അടുത്ത പദം ശ്രദ്ധിക്കുക. അഖറഖ്തഹ. എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരങ്ങളെ ഹർക്കത്ത് ചെയ്യുക. അഹ് എന്നല്ല അഹ. ഹായിന് എന്ത് ചെയ്യണം? ഇത് പൊതുവായിട്ട് തെറ്റിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് പറയുന്നത്. പല ആൾക്കാർ ഓതുമേനെ ഓതുന്നറിയോ? അഖറഖ്തഹ എന്ന് ഓതുന്നുണ്ട്. ഹായിന് സുക്കൂൻ അല്ല, ഹായിന് ഫതഹാണ്. അഹ അഖറഖ്തഹ എന്നാണ്. ഈ വാക്കിലുള്ള നിയമങ്ങൾ ഏതൊക്കെയാ? പ്രധാനപ്പെട്ട നിയമം ഏതാണ്? ഖാഫിന്റെ സുക്കൂൻ കൽക്കല. അഖറഖ്തഹ. ഓക്കെ. പിന്നെ റായിന് ഫതഹ ഒന്നുകൊണ്ട് കനപ്പിക്കണം. സിമ്പിൾ നിയമമാണ്. അതേപോലെ തന്നെ ഹായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഇത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണ്. അഖറഖ്തഹ. എങ്ങനെയാണ്? എന്ന് പറഞ്ഞു നോക്കിയേ. അവിടെ ഖാഫിന്റെ സുക്കൂൻ കൽക്കൽ ചെയ്യണം. അഖറഖ്തഹ അല്ല റഖ്തഹ. നിങ്ങൾ ഓതുന്ന അഖറഖ്തഹ എന്നല്ലേ? അപ്പോൾ നിങ്ങൾ കൽക്കൽ ചെയ്തിട്ടില്ലല്ലോ, കൽക്കൽ ചെയ്യണം. അഖറഖ്തഹ കാഫല്ല ഖാഫാണ്. അഖറഖ്. എന്താ വ്യത്യാസം? ആയത്തിൽ വ്യത്യാസം എന്താ? അഖറഖ്തഹ നിങ്ങൾ ആദ്യം ഓതിയത്, കൽക്കല ചെയ്ത് അഖറഖ്തഹ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാ, വാക്കെന്ന് പറഞ്ഞു നോക്കിയേ ഒന്നുകൂടെ. അഖറഖ്തഹ. ഓക്കെ. ഇനി അടുത്തത് ലിത്തുഗ്രിഖ. എന്ത് സൗണ്ട് കേൾക്കുന്നില്ല? ഇത് ആരുടെ ഫോണിൽ നിന്ന്? അവിടുന്ന് ഇവിടുന്നാണോ കേൾക്കുന്നത്? അപ്പുറത്താണ്. ഓക്കെ. ലിത്തുഗ്രിഖ. ഇവിടെ നോക്കിയ, ഇവിടെ കൽക്കൽ ചെയ്യാൻ പാടില്ല. ലിത്തുഗ്രിഖ എന്ന് ഓതരുത്. ലിത്തുഗ്രിഖ ഗൈനാണ്. ലിത്തുഗ്രിഖ. ഇവിടെ നോക്കിയ റായിന് കസർ വന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? റായിനെ ലഘുവാക്കി ഓതിയിട്ടുണ്ട്. ലിത്തുഗ്രിഖ. ഇപ്പം രണ്ട് വാക്കുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് അഖറഖ്തഹ, നല്ലപോലെ ശ്രദ്ധിക്കണം. ലിത്തുഗ്രിഖയിൽ ഗൈനിന്റെ സുക്കൂന് കൽക്കൽ ചെയ്യാതെ ഓതുക. ഇനി അഹ്ലഹ. അഹ്ലഹ ഇവിടെയും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യല്? അഹ്ലഹ എന്ന് ഓതരുത്, കൽക്കലയില്ലാതെ അഹ്ലഹ. അഹ്ലഹ. ഓക്കെ. ഇനി ലഖദ്. അവിടെ എന്തുണ്ട്? കൽക്കലയുണ്ട്. കൽക്കല ഉണ്ട്. ദാലിന് സുക്കൂൻ വന്നതുകൊണ്ട് കൽക്കലയുണ്ട്. ലഖദ് കൽക്കല ചെയ്ത് ഓതുക. ജിത്ത. അവിടെ എന്തില്ല? കൽക്കലയില്ല. ജിത്ത എന്ന് പറയരുത്, ജിത്ത. അപ്പോൾ കൽക്കലുള്ള സ്ഥലങ്ങളും കൽക്കലില്ലാത്ത സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഷൈഅൻ ഇ. ഷൈഅൻ ഇ. ഹംസക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ട ഫതഹ വന്നിട്ട് തൻവീൻ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹംസ തന്നെ. തൻവീന് ശേഷം ഹംസ വന്നു. എന്താ നിയമം? ഇൽഹാർ. എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അറിയോ? ഷൈഅൻ ഇ. ആ അൻ ഇ രണ്ട് ഹംസ വ്യക്തമാക്കണം. സ്പീഡ് ഓതിക്കഴിഞ്ഞാലോ ഷൈഅൻ ഇമ്ര എന്നായി പോയത്. ഷൈഅൻ ഇമ്ര അല്ല, ഷൈഅൻ ഇമ്ര. രണ്ട് ഹംസ എന്ത് ചെയ്യണം? സ്പീഡ് ഓതി എന്തായി പോകും? രണ്ടാമത്തെ ഹംസ ഇല്ലാതായി പോകും. ഷൈഅൻ ഇമ്ര അല്ല, ഷൈഅൻ ഇമ്ര. ഇനി ഇമ്ര എന്നുള്ള പദത്തിലോ സക്കിന മീമിന് ശേഷം റാ വന്നതുകൊണ്ട് എന്താ നിയമം? ഇൽഹാർ ഷഫവി. ഇൽഹാർ ഷഫവി. ബാ മീമല്ലാത്ത അക്ഷരം വന്നാൽ പിന്നെ റായിന് എന്ത് ചെയ്യണം? ഇരട്ടപ്പത്ത് വന്നുകൊണ്ട് കലപ്പിക്കണം. ആയത്തിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ട് ഒരു അൽഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അപ്പം ഇതിനകത്തുള്ള വാക്കുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഓതി നോക്കാം. فانطلقا حتى إذا ركبا في السفينة خرقها. നമുക്ക് അവിടെ നിർത്താം തൽക്കാലം. ഈ ആയത്തിൽ നമുക്ക് അവിടെ നിർത്താം, കുറച്ച് ഇടങ്ങേറുള്ള വാക്കുകളായതുകൊണ്ട്. ഓക്കെ, ഒന്നും കൂടി. فانطلقا حتى إذا ركبا في السفينة خرقها. ഞാൻ ശ്രദ്ധിച്ചോളി. فانطلقا حتى إذا ركبا في السفينة خرقها.
ആദ്യം അവിടെ വരെ ഒന്ന് എല്ലാവരും കൂടെ ഓയിപ്പിച്ച് പിന്നെ ബാക്കി നോക്കാം. ഫ എന്നില്ല കേട്ടോ, ഫ അൻ തൊലക്ക ഇല്ല, ഫൻ തൊലക്കയാണ് കേട്ടോ. ഫൻ തൊലക്ക ഒതി വെക്കുന്നു ആദ്യം തന്നെ നോക്കി. എന്ന് പരത്തി പറയരുത്. ആ അക്ഷരത്തിന്റെ പ്രത്യേകതയാണ് കുറച്ച് കട്ടി കൂട്ടാനല്ല പറഞ്ഞത്, നമ്മൾ പരത്തി പറയാതെ എന്ന് പറയുന്നത് എന്ന് പറയുന്ന വ്യത്യാസമില്ല, ആ ഒരു സൗണ്ടിൽ വരണം. പക്ഷെ അതെന്തായാലും ഇത് ഖറഖഹ എന്നായപ്പോൾ കട്ടി കൂടരുത്. ഓക്കെ, ആ ഉച്ചാരണത്തിന്റെ വ്യത്യാസമുള്ളൂ. فانطلقا حتى إذا ركبا في السفينة خرقها. اوكي ما شاء الله. فانطلقا حتى إذا ركبا في السفينة خرقها. നിങ്ങളിത് ഇതാര് പ്രത്യേകം ശരിക്കുന്നുണ്ട്. ഇതാന്ന് പറഞ്ഞു ഇതാ മാത്രം. ഇതാ നാവിന് തുമ്പ് കുറച്ച് പുറത്തേക്ക് പറഞ്ഞേ. നോക്കിക്കോ. ഇതാ നിങ്ങൾ നേരത്തെ ചെയ്ത പ്രശ്നം എന്താ അറിയോ, ഇതാ എന്ന് പറയാൻ വേണ്ടി ചുണ്ടി പരത്തിയപ്പോൾ അതേപോലെ തന്നെ റക്കീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റക്കീബ അല്ല റക്കീബൻ. ഇതാ റക്കീബ. മദ്യണ്ടേ. ഓക്കെ. ഓക്കെ മാഷാ അല്ലാഹ്. ആ മണിക്കണം. റക്കീബ ഫിസ്സഫീന അല്ല റക്കീബ, അവിടെ ഒരു അലിഫ് കിട്ടണം. റക്കീബ ഫിസ്സഫീനത്തി അല്ല റക്കീബ, ബായിൽ ഒരു അലിഫ് കിട്ടാനുണ്ട്. ഓക്കെ നോക്കിക്കോ. ഹത്തായിൽ നീട്ടാനുണ്ട്, മദ്ദുണ്ട്. അതുപോലെ ഫിസ്സഫീനത്തി സീം പറയുമ്പം ഓക്കെ മാഷാ അല്ലാഹ്. വ്യത്യാസം മനസ്സിലായോ? നേരത്തെ സീം പറയുമ്പോൾ പരന്നിരിക്കണം. ഓക്കെ മാഷാ അല്ലാഹ്. റക്കീബ ഫിസ്സഫീനത്തി അല്ല. മാഷാ അല്ലാഹ്. ഓക്കെ. اوكي ما شاء الله. الحمد لله. اوكي ما شاء الله. തായല്ല നോക്കിയോ, അത് തായാണോ അവിടെ? ആ റക്കീബ ഫിസ്സഫീനത്തി ഒന്നുകൂടെ. ഹൊത്ത ഇല്ല. എന്താ വ്യത്യാസം? ഹത്ത രണ്ടക്ഷരവും പരത്തി പറയേണ്ടതാണ്. ഹൊത്ത ഇല്ല, ഹത്ത. ആ റക്കീബ നോക്കി. റക്കീബ
فانطلقا حتى ഒന്നുകൂടെ ആദ്യം മുതൽ فانطلقا حتى ഹത്താ ഇല്ല فانطلقا حتى إذا ركبا في السفينة خرقها. ഓക്കെ. ഇപ്പോൾ കോമൺ ആയിട്ട് വരുത്തി തെറ്റെന്ന് വെച്ചാൽ ഈ റക്കീബ ഫിസ്സഫീനത്തിലെ ആ റക്കീബയിലെ ബാ പല ആൾക്കാർ നീട്ടുന്നില്ല. റക്കീബ ഫിസ്സഫീനത്തെ അല്ല, റക്കീബ ഫിസ്സഫീനത്തെയാണ്. ഇനി ആയത്തിൻ്റെ ബാക്കി قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ഒന്നുകൂടെ അതൊന്ന് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഓതിയാൽ മതി. قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. لقد جئت شيئا إمرا. ഇപ്പോൾ ഓതിയപ്പോഴും ലഖദ് ജിഇത എന്നൊക്കെ ഓതുന്നുണ്ട്. ജിഇത ഇല്ല, ജിത്ത. ജിത്ത അവിടെ ഹംസക്ക് സുക്കൂൻ കലക്കലയില്ല. ജിത്ത. ഒന്നും കൂടെ قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. أخرقت ഇല്ല, എന്താ ഖായിന്റെ ഹർക്കത്ത് എന്താ ഫതഹാണ്. أخرقتها. ഒരുമിച്ച് ഓതാം. قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ഇനി ഓർഡറായിട്ട് ഓതിപ്പിക്കുക. ആരാ ഫസ്റ്റ് ഓതുക? അങ്ങനെ തയ്യാറുള്ള ആൾക്കാരെ കൊണ്ട് ഓതിപ്പിക്കുക. ആരാ ഫസ്റ്റ് ഓതുക? ഓദിക്കും ആദ്യം. മറ്റേ മാഷാ അല്ലാഹ്. മറ്റേ ഉറുദുവിൽ പറയും ചോട്ടാ പാക്കറ്റ് ബടാ ധമാക്ക. ഇനി അടുത്താരോ ഓതുക? എന്താ രണ്ട് പ്രശ്നം. ലിത്തുഗ്രിഖ ഖാഫ് പറയണം. ഇനി ആയത്തിന് ലാസ്റ്റ് ലഖദ്. ഓക്കെ, ഒന്ന് നോക്കിക്കോളി.